പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. പ്രിയ സഹോദരങ്ങളെ, 2003 എത്യോപ്യയിൽ അഡിസ് അബാബയ്ക്ക് അടുത്ത്, അല്ലെങ്കിൽ അഡിസ് അബാബയിൽ തന്നെയായിട്ട് ഗില്ലലെ എന്ന സ്ഥലത്ത് ഞാൻ കപ്പുച്ചിൻ സഭയ്ക്ക് ഒരു സെമിനാരി ഉണ്ട്. അവിടെ ഏതാനും മാസങ്ങൾ ഞാനുണ്ടായിരുന്നു. അക്കാലത്ത് അവിടെ വേറെ 3 ഇന്ത്യക്കാർ കൂടി സേവനം ചെയ്യുന്നുണ്ടായിരുന്നു, ഇന്ത്യക്കാരായ കപ്പുച്ചിൻ സഹോദരങ്ങൾ. അവരോടൊപ്പം ഒളീസോ എന്നുള്ള ഒരു സ്ഥലത്ത് ഉള്ള ആസ്പത്രി കമ്മ്യൂണിറ്റിയിൽ പോയി. തമിഴ്നാട്ടിൽ നിന്നുള്ള ഏതാനും സിസ്റ്റേഴ്സ് അവിടെ ഉണ്ടായിരുന്നു, ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ കേരളത്തിൽ നിന്നുള്ള സിസ്റ്റർ പിയ പൂവൻ ഒരു മെഡിക്കൽ മിഷൻ സന്യാസിനിയാണ്. സിസ്റ്റർ ഡോക്ടറായിരുന്നു. സിസ്റ്റർ ഡോക്ടറിനെ അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നതും പരിചയപ്പെടുന്നത്. ആ നാട്ടുകാർക്കൊക്കെ വളരെ പ്രിയങ്കരിയായിരുന്നു സിസ്റ്റർ. വർഷങ്ങളായിട്ട് അവിടെ എത്യോപ്യയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2003 ഞാൻ കാണുമ്പോൾ, അതിനു മുമ്പ് ആ സിസ്റ്റർ ഉണ്ടായിരുന്നത് അറ്റാറ്റ് എന്നുള്ള ഒരു സ്ഥലത്ത് ഹോസ്പിറ്റലിലായിരുന്നു. അവിടെ കുറേ വർഷങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള സിസ്റ്ററിൻ്റെ ഡിഗ്രി അല്ലെങ്കിൽ മെഡിസിൻ ചെയ്തത് ഇംഗ്ലണ്ടിലായിരുന്നു. അവിടെ വെച്ച് തന്നെ അവിടെ തന്നെയാണ്, അതേ കോളേജിൽ തന്നെയാണ് ആ സിസ്റ്റർ ബിരുദാനന്തര ബിരുദം എടുക്കുന്നത് ഈ സർജറിയിൽ. അങ്ങനെ നല്ലൊരു മികച്ച സർജൻ എന്ന് പറയുമ്പോൾ അവിടെ സർജനും ഗൈനക്കോളജിസ്റ്റും ഒക്കെ സിസ്റ്റർ തന്നെയായിരുന്നു. അപ്പോൾ സിസേറിയനായിട്ടുള്ള കേസുകളെല്ലാം തന്നെ സിസ്റ്ററാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ മനുഷ്യരും, ചെറുപ്പക്കാരായിട്ടുള്ള ഒരു 10-25 വയസ്സിന് താഴെയുള്ള എല്ലാവരും സിസ്റ്ററിൻ്റെ കൈകളിലൂടെ ഉണ്ടായി വന്നവരാണ്. അപ്പോൾ അങ്ങനെ അവിടുത്തുകാർക്കൊക്കെ ഒത്തിരി പ്രിയങ്കരിയായിട്ടുള്ളൊരു സിസ്റ്ററായിരുന്നു. സിസ്റ്ററിനെ പരിചയപ്പെട്ടു. ഒത്തിരി നിരന്തരമായിട്ട് സർജറി ചെയ്യുന്ന, അങ്ങനെ ഒത്തിരി മനുഷ്യരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സിസ്റ്റർ. അങ്ങനെ സിസ്റ്ററിനെ ഞാൻ പറഞ്ഞു കേട്ടേക്കുന്നതനുസരിച്ച് വളരെ സ്പീഡാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി സർജറികൾ ഒരു ദിവസം ചെയ്യാൻ പറ്റുമായിരുന്നു. മൈനർ സർജറികളും മേജർ സർജറികളും ധാരാളം ചെയ്യുമായിരുന്നു ഒരു ദിവസം. 10-12 മേജർ സർജറി വരെ ഒരു ദിവസം ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണക്കാർക്ക് ആർക്കും, ഡോക്ടർമാർക്ക് ഊഹിക്കാൻ പറ്റില്ല. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും സിസ്റ്റർ വളരെ ക്വയറ്റാണ്, വളരെ ശാന്തയാണ്. ഒരു കപ്പ് കാപ്പിയും കുടിച്ച് കർത്താവിൻ്റെ തിരുമുമ്പിൽ അൾത്താരയ്ക്ക് മുമ്പിൽ പോയിരുന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു കഴിയുമ്പോഴേക്കും സിസ്റ്റർ റിഫ്രഷ്ഡായി കഴിഞ്ഞു. പിറ്റേ ദിവസത്തെ ജോലിക്ക് വേണ്ടിയിട്ട് സിസ്റ്റർ സ്വയം ഒരുങ്ങിക്കഴിഞ്ഞു. അങ്ങനത്തെ ഒരു സിസ്റ്റർ. എന്നാൽ ഈ വീക്കെൻഡിൽ സിസ്റ്റർ ഫ്രീ ആണ്. അപ്പോൾ ആ ദിവസം സിസ്റ്റർ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് വേണ്ടിയിട്ട് സിസ്റ്റർ കുക്ക് ചെയ്യും. നല്ല പാചകക്കാരിയാണ്. അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും വീണ്ടും തിരിച്ചവിടെ പോയി, ഒളീസോയിൽ പോയി സിസ്റ്ററിൻ്റെ ആതിഥ്യം സ്വീകരിച്ചു. നല്ല ഭക്ഷണം, കേരള ഭക്ഷണം കഴിച്ചു. അപ്പം അന്ന് മുതൽക്കുള്ള ഒരു സൗഹൃദവും ബന്ധമുണ്ട്. നാട്ടിൽ കുറേ കാലം കഴിഞ്ഞിട്ട് സിസ്റ്റർ 2009 അവസാനത്തിലാണ് നാട്ടിലേക്ക് സിസ്റ്ററിനെ തിരിച്ചു വിളിക്കുന്നത്. അവരുടെ സുപ്പീരിയേഴ്സ് 30 വർഷത്തിലധികം അവിടെ എത്യോപ്യയിൽ സേവനം ചെയ്തതിന് ശേഷമാണ് നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നിട്ടാണെങ്കിലും സിസ്റ്റർ പിന്നെ റിട്ടയർമെൻറ്റിലേക്ക് പോയില്ല. 10 വർഷത്തോളം മേരിയേരി ഹോസ്പിറ്റലിൽ ഭരണങ്ങാനത്ത് അവിടെ സർജനായിട്ടൊക്കെ ശുശ്രൂഷ ചെയ്തു. അതിനുശേഷമാണ് സിസ്റ്റർ 85ാമത്തെ വയസ്സിലാണ് സിസ്റ്റർ റിട്ടയർ ചെയ്യുന്നത്. ശരിക്കും അവസാനത്തെ ഇപ്പോൾ 4 വർഷം 2020 റിട്ടയർ ചെയ്തു. 2025 കഴിഞ്ഞ ആഴ്ചയിൽ സിസ്റ്റർ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് കടന്നുപോയി. അപ്പോൾ സിസ്റ്റർ ഞാൻ കഴിഞ്ഞതിന് മുമ്പത്തെ മാസം നാട്ടിൽ ഉണ്ടായിരുന്നപ്പോൾ
സിസ്റ്ററിനെ പോയി കണ്ടിരുന്നു. മേരീരി ഹോസ്പിറ്റലിൽ കിടക്കുവാണ്. കാരണം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് സിസ്റ്ററിൻ്റെ പാൻക്രിയാറ്റിക് ക്യാൻസർ ആണെന്നും അത് ശരീരത്തിൻ്റെ പല ഭാഗത്തേക്കും വ്യാപിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അറിയുന്നു. സർജനായിരുന്നു. എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. സിസ്റ്റർ പക്ഷെ വളരെ ശാന്തയാണ്, വളരെ സന്തോഷവതിയാണ്, സുസ്മരവതിയായിട്ടാണ് എന്നെ സ്വീകരിച്ചത് ഹോസ്പിറ്റലിൽ. സിസ്റ്റർ എനിക്ക് പോകാനുള്ള സമയമായി, അതിനകത്ത് കുഴപ്പമില്ല എന്നുള്ള വിധത്തിൽ തന്നെ വളരെ ഭംഗിയായിട്ട് മരണത്തെയും സ്വീകരിച്ച് സിസ്റ്റർ കടന്നുപോയി. സിസ്റ്ററിൻ്റെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ശുശ്രൂഷ രംഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചില വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകൾ കൈകാര്യം ചെയ്തതിന് മുമ്പ്, അതായത് ഓപ്പറേഷൻ ചെയ്യുന്നതിന് സിസ്റ്റർ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നത്, സിസ്റ്റർ ഡോക്ടർ. പക്ഷേ അതിനു മുമ്പ് ഈ രോഗിക്ക് വേണ്ടിയിട്ടുള്ള രക്തം സിസ്റ്റർ തന്നെ കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ എടുത്ത് വെച്ചതിന് ശേഷമാണ് സിസ്റ്റർ ഓപ്പറേഷനിലേക്ക് പോകുന്നത്. അങ്ങനെ സ്വന്തം ശരീരവും ആത്മാവും തൻ്റെ കഴിവും തൻ്റെ സിദ്ധികളും മുഴുവനും ഇങ്ങനെ മറ്റൊരു രാജ്യത്ത് 30 വർഷത്തോളം നിതാന്തമായിട്ടുള്ള സേവനം ചെയ്തു കടന്നുപോയി. നല്ല സുന്ദരമായൊരു ജീവിതമായിരുന്നു, അതിസുന്ദരമായൊരു ജീവിതമായിരുന്നു സിസ്റ്ററിൻ്റെ. എല്ലാവരും വളരെ സ്നേഹത്തോടെ മാത്രമേ സിസ്റ്ററിനെ ഓർക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഈ സിസ്റ്റർ കടന്നു പോകുമ്പോഴത്തേക്കും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ് വളരെ ശരിക്കും. കാരണം ഇതൊരു വളരെ അതിസുന്ദരമായൊരു ജീവിതം. സിസ്റ്റർ ഇവിടെ ആയിരുന്ന കാലത്ത് അതിനു മുമ്പ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ആയിരുന്നിട്ടുണ്ട്, സുപ്പീരിയേഴ്സ് മറ്റ് മഠങ്ങളിൽ സുപ്പീരിയർ ആയിരുന്നിട്ടുണ്ട്. എപ്പോഴും എല്ലാവർക്കും പ്രിയങ്കരിയായിട്ടുള്ള ഒരു സിസ്റ്റർ, വളരെ അതിമനോഹരമായൊരു ജീവിതം കഴിച്ച് കർത്താവിൻ്റെ അടുത്തേക്ക് കടന്നു പോയിരിക്കുന്ന ഈ അവസരത്തിൽ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അതുപോലെ തന്നെ കുടുംബാംഗങ്ങളും അതുപോലെ സുഹൃത്തുക്കളുമായിട്ടുള്ള സിസ്റ്റർ പറഞ്ഞിരുന്നു എന്നോട്, ഞാൻ ജൂലൈയിൽ കണ്ടപ്പോൾ അതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അവിടുത്തെ തന്നോടൊപ്പം ജോലി ചെയ്ത നഴ്സുമാരും ഡോക്ടർമാരും അതുപോലെ അവിടുത്തെ മെത്രാപ്പൊലീത്തായും എല്ലാവരും ചേർന്ന് വലിയൊരു ഗ്രൂപ്പ് കോള് നടത്തി സിസ്റ്ററുമായിട്ട് സംസാരിച്ചു. വീണ്ടും അങ്ങോട്ട് തന്നെ തിരിച്ചു ചെല്ലാനും അവരെ സിസ്റ്ററിനെ ഏറ്റെടുക്കുമെന്നും പറഞ്ഞിരുന്നു. അത് വളരെ സന്തോഷമായിരുന്നു. അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അതൊക്കെ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാവുന്ന ഒരു വലിയ അംഗീകാരം കൂടിയാണ്. എത്ര വലിയ പുരസ്കാരങ്ങൾ കിട്ടുന്നു എന്നുള്ളതല്ല, നാട്ടിലെ മനുഷ്യരെ അല്ലെങ്കിൽ രാജ്യം അംഗീകരിക്കുന്നുണ്ടെന്നുള്ളതല്ല, പക്ഷേ ഇത്തരം ഒരു ജീവിതം ഇന്നും പ്രസക്തമാണെന്ന് സിസ്റ്ററിൻ്റെ ജീവിതമാണ് നമ്മളെ, അല്ലെങ്കിൽ അതുപോലുള്ളവരുടെ ജീവിതമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല